കടയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് കടയ്ക്കൽ ദേവീക്ഷേത്രം. കടയ്ക്കലമ്മ എന്ന പേരിലാണ് ക്ഷേത്രത്തിലെ മൂർത്തി അറിയപ്പെടുന്നത്. കടയ്ക്കൽ തിരുവാതിര എന്ന ഉത്സവം എല്ലാ വർഷവും കുംഭമാസത്തിലെ തിരുവാതിര നാളിലാണ് ആഘോഷിക്കാറുള്ളത്. കടയ്ക്കൽ എന്ന ഗ്രാമം അറിയപ്പെടുന്നത് കടയ്ക്കൽ വിപ്ലവം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിലാണ്. സർ CP-ക്കെതിരെ പോരാടി സ്വന്തമായ ഒരു സ്റ്റേറ്റ് തന്നെ പ്രഖ്യാപിക്കുകയും ജനാധിപത്യത്തിലൂടെ ഭരണം നടത്തിയ മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ചരിത്രം സൃഷ്ടിച്ച സ്ഥലം കൂടിയാണ് കടയ്ക്കൽ. കടയ്ക്കൽ ചന്ത മലഞ്ചരക്ക് വ്യാപാരത്തിന് കീർത്തികെട്ട സ്ഥലമാണ്. ഈ ദേശത്തിലെ നാനാജാതി മതസ്ഥരുടെയും ആഘോഷം തന്നെ എന്ന് തിരുവാതിരോത്സവത്തെ പറയാം. പാണ്ടിനാട്ടിൽ നിന്ന് 2 സ്ത്രീകൾ അഞ്ചലിൽ വന്നെത്തുകയും അവരെ കണ്ട് സ്ഥലത്തെ പ്രമാണിയായ കടയാറ്റുണ്ണിത്താൻ കുടിക്കാൻ ഇളനീർ നൽകിയെന്നും അവർക്ക് വിശ്രമിക്കാൻ തണലിനായി പാലക്കൊമ്പ് വയൽവരമ്പിൽ നാട്ടിക്കൊടുക്കുകയും ചെയ്തു. രാത്രി ഉറങ്ങാൻ ഒഴിഞ്ഞുകിടന്ന ഒരു വീടും ഏർപ്പാടാക്കി. അടുത്ത ദിവസം അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ മാത്രമേ കണ്ടുള്ളൂ. അദ്ദേഹത്തിന് അവിടെ ഒരു ദിവ്യാനുഭൂതി അനുഭവപ്പെട്ടു. ഉടൻ തന്നെ ആ സ്ത്രീയും അപ്രത്യക്ഷമായി. ഉണ്ണിത്താന്റെ മുമ്പിൽ അപ്രത്യക്ഷയായ സ്ത്രീ പാണ്ടിയിൽ നിന്നും ചരക്കുമായി വന്ന ഒരാളുടെ കൂടെ കടയ്ക്കലെത്തുകയും അവിടെ സ്വയംഭൂ ആവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. കടയാറ്റിൽ അപ്രത്യക്ഷമായ സ്ത്രീ കടയാറ്റ് ഭഗവതി എന്ന പേരിൽ അറിയപ്പെട്ടു. കടയ്ക്കൽ ഭഗവതിയും കടയാറ്റ് ഭഗവതിയും സഹോദരിമാർ എന്നാണ് അറിയപ്പെടുന്നത്. സ്വയംഭൂവായ കടയ്ക്കൽ ദേവിയുടെ ദർശനം ദേവിയുടെ കിരീടമായ തിരുമുടിയിലൂടെ മാത്രമേ സാന്നിധ്യമാകൂ എന്നുള്ള വിശ്വാസം. കടയ്ക്കൽ ക്ഷേത്രം, കടയ്ക്കൽ ശിവക്ഷേത്രം, തളിയിൽ ക്ഷേത്രം ഇവ മൂന്നും ചിറയുടെ തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു. 12 വർഷത്തിലൊരിക്കൽ ഭഗവതിയുടെ തിരുമുടി ആഘോഷപൂർവ്വം എഴുന്നള്ളിച്ച് കടയാറ്റ് കളരി ക്ഷേത്രത്തിൽ എത്തിക്കുന്ന ഉത്സവമാണ് തിരുമുടി എഴുന്നള്ളിപ്പ്. ജ്യേഷ്ഠത്തി കടയ്ക്കൽ ഭഗവതിയും അനുജത്തി കളരി ഭഗവതിയുമായുള്ള കൂടിക്കാഴ്ചയാണ്.
എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. കാര്യം ഒരു ദേശത്തിൻ്റെ മഹോത്സവം കടയ്ക്കൽ തിരുവാതിര. ഈ വേദിയിൽ നിൽക്കാൻ പറ്റുന്നത് ഒരു കലാകാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. അതുപോലെ ഒരു 6 വർഷം ഈ വേദിയിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ ഒരു കലാകാരനാണ് ഞാൻ. ഒരിക്കൽ കൂടി ഇവിടെ ഒരു അവസരം ഒരുക്കുന്ന പ്രിയപ്പെട്ട കമ്മിറ്റി അംഗ ഭാരവാഹികൾക്കും പിന്നെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത കടക്കലേശ്ശേരി മധുവണ്ണനൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ജനം കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ജനം കാണുന്നത്. അത് കടയ്ക്കൽ വരണോടാ ഇതുപോലത്തെ ജനം കാണുന്നുണ്ടെങ്കിൽ